ഹലോ, ഇന്ന് നമുക്ക് പാവയ്ക്ക കൊണ്ടൊരു കുറുമ തയ്യാറാക്കിയാലോ? പാവയ്ക്ക കൊണ്ട് തയ്യാറാക്കുമ്പോൾ എന്നും ഒരേ ഐറ്റം തന്നെ തയ്യാറാക്കാതെ മാറി മാറി ചെയ്താൽ നമുക്ക് വീട്ടിലുള്ളവർ കഴിക്കുന്നവർ കൂടുതൽ ഇഷ്ടത്തോടെ കഴിക്കും. കഴിക്കാത്തവർ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ടേസ്റ്റ് ചെയ്യാനെങ്കിലും നോക്കും. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാം. അതായത് ഈ കുറുമ തയ്യാറാക്കാനായിട്ട് നമുക്ക് പാവയ്ക്ക എടുത്ത് അതിൻ്റെ അരി കളഞ്ഞ് വട്ടത്തിൽ തന്നെ കുറച്ച് കനത്തിൽ അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞ്, ഒരു സവാള അരിഞ്ഞ്, കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ്, 2-3 പഴുത്ത തക്കാളി അതും കൂടെ അരിഞ്ഞെടുത്ത് വെക്കുക. എന്നിട്ട് കറി തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ച വെളുത്തുള്ളി ആദ്യം ചേർക്കാം. അതും ചേർത്ത് ഇഞ്ചി അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ച് അതിൻ്റെ കളറ് ചേഞ്ചായിട്ട് വരുന്ന സമയത്തേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. സവാളയുടെ നിറവും കൂടെ അങ്ങോട്ട് മാറി വരുന്ന സമയത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ആ അരിഞ്ഞ ചെറിയ ഉള്ളിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അതും കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമ്മുടെ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അത് വെന്ത് ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് ഇടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് തന്നെ നന്നായിട്ട് തന്നെ ഇളക്കാം. ഇളക്കി തക്കാളി വെന്ത് സോഫ്റ്റായി വരണം. തക്കാളി വെന്ത് ഉള്ളിയായിട്ടൊക്കെ ചേർന്ന് സോഫ്റ്റ് ആകുമ്പോൾ മസാലയായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, എരിവിനുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഒരല്പം ഗരം മസാല പൊടിയും ചേർക്കണം അതിലേക്ക്. അതും ഗരം മസാല പൊടിയും ചേർത്തിട്ട് നമുക്ക് ആ മസാലയുടെ പച്ചമണം മാറ്റിയെടുക്കണം. മസാലയൊക്കെ മൂത്ത് അതിൻ്റെ പച്ച മണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ പാവയ്ക്കയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം. കാരണം പാവയ്ക്കയും നമ്മുടെ തക്കാളിയും മസാലയും എല്ലാം ആയിട്ടൊന്ന് മിക്സ് ആവണം. അതിനു വേണ്ടി ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. പുളിവെള്ളം ചേർക്കുമ്പോൾ കറിക്കൊരു ടേസ്റ്റും ആവും, പാവയ്ക്കയുടെ കയ്പ്പും കുറഞ്ഞു കിട്ടും. ആ പുളിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. പാവയ്ക്കയും വെന്ത് പുളിവെള്ളമൊക്കെ ആയിട്ട് ചേർന്ന് നന്നായിട്ട് കുറുകി വരുന്ന സമയമാവും. ആ കുറുകി വരുമ്പോൾ നമുക്കതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാലും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ട് അതിനൊന്ന് ഇളക്കി ചൂടാക്കിയെടുക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പാവയ്ക്കയുടെ കയ്പ്പരസവുമില്ല, പാവയ്ക്കയ്ക്ക് നല്ല ടേസ്റ്റും ആവും. ആ പുളിയും മസാലയും ഗരം മസാലയും എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റിയായ പാവയ്ക്ക കുറുമ റെഡി. എന്നും ഒരേ രീതി തയ്യാറാക്കാതെ ഒന്ന് മാറി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയേ. എന്തായാലും എത്രയ്ക്ക് ടേസ്റ്റിയായിട്ട് നമുക്കത് തയ്യാറാക്കാൻ പറ്റും. പിന്നെ അവസാനം ഇറക്കാൻ സമയത്ത് നമ്മുടെ കൈവശം മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ആ മല്ലിയിലയും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്ത് 1 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഓഫാക്കി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റി നമുക്ക് ചോറിനൊപ്പം ഒന്ന് കഴിച്ചു നോക്കിയാൽ പാവയ്ക്ക കഴിക്കുന്നവർ എത്ര ടേസ്റ്റായിട്ട് കുറച്ച് കൂടുതൽ കഴിക്കും. അത് കഴിക്കാത്തവരാണെങ്കിൽ കറിയുടെ മണവും അതൊക്കെ അടിക്കുമ്പോൾ എന്തായാലും ഇത് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചെങ്കിലും കഴിക്കും. അത്ര ടേസ്റ്റിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയതാണ് ഈ പാവയ്ക്ക കൊണ്ടുള്ള റെസിപ്പി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും.